പൊന്നാനി നഗരസഭയിലെ ടൗൺ മേഖലയിലെ വാർഡ് വിഭജനം അശാസ്ത്രീയമാണെന്ന് കോൺഗ്രസ് നേതാവ് ടി.കെ. അഷ്റഫ്. പൊന്നാനി മുനിസിപ്പാലിറ്റി 1979 രൂപം കൊണ്ട മുതൽ പൊന്നാനി ടൗണിൽ 3 വാർഡാണ് ഉണ്ടായത്. അത് തെക്ക് ഭാഗത്ത് 2 വാർഡും കിഴക്ക് ഭാഗത്ത് 1 വാർഡുമായിട്ടാണ് മുനിസിപ്പാലിറ്റി രൂപം കൊണ്ട 79 മുതൽ ഉണ്ടായിരുന്നത്. ഈ 2024 നഗരസഭയുടെ പുതിയ ഡീലിമിറ്റേഷൻ്റെ ഭാഗമായിട്ട് 1 വാർഡ് കുറഞ്ഞിരിക്കുകയാണ്. 36-ാം വാർഡ് ഇല്ലാതായിരിക്കും. പഴയ 35ലേക്കും 37ലേക്കും 36-ാം വാർഡിനെ സംയോജിപ്പിച്ചിട്ടാണ് പുതിയ വാർഡ് പുനഃസംഘടന നടന്നിട്ടുള്ളത്. അത് തികച്ചും അശാസ്ത്രീയമായ ഒരു വാർഡ് വിഭജനമാണ്. ഇത് ബന്ധപ്പെട്ട അധികാരികൾക്ക് ഞങ്ങൾ ഈ വാർഡ് പുനഃസ്ഥാപിക്കുകയോ അല്ലെങ്കിൽ വാർഡിൻ്റെ ആ രൂപരേഖ മാറ്റപ്പെടുകയോ ചെയ്യണമെന്ന് പറഞ്ഞ് പരാതി കൊടുത്തിരിക്കുകയാണ്. 1000-ഓളം 2011 സെൻസസ് പ്രകാരം 1000-ലധികം വോട്ടർമാരുണ്ട്. 400 പരം വീടുകളുണ്ട്. ഈ ഇത്ര ആളുകളുള്ള വോട്ടർമാരുള്ള വീടുകളുള്ള ഒരു വാർഡിനെ പൂർണ്ണമായി ഇല്ലാതാക്കിയിരിക്കുകയാണ്. അവർക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. അത് അധികാരികൾക്ക് രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ട്. പൊന്നാനി നഗരസഭയിലും മറ്റ് പല മേഖലകളിലും ഉയർന്നു വരുന്നത് അശാസ്ത്രീയമായ വാർഡ് വിഭജനമാണ്. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.